ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 32 1 2 വാക്യങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ യേശുവിന്റെ സന്നിധിയിൽ, ആ പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ, നമ്മുടെ കുറവുകളെ ആ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ, ആ കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും നമ്മളോട് ക്ഷമിക്കും. നമ്മുടെ സകല ലംഘനങ്ങളെ അവൻ നമ്മളോട് ക്ഷമിക്കും. അവൻ നമ്മുടെ പാപങ്ങളെ എല്ലാം കഴുകി അവൻ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ സകല പാപത്തെയും നമ്മളിൽ നിന്നും മറിച്ച്, എന്നാൽ നീ ഇന്ന് ഭാഗ്യവാനാ. ലോട്ടറി അടിച്ച ഒരു വ്യക്തിയല്ല ഇന്ന് ഭാഗ്യവാൻ. വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചു പാപം മറിച്ചും കിട്ടിയാൽ ലംഘനം എന്റെ കർത്താവ് ക്ഷമിക്കും. നിന്റെ സകല കുറവുകളെയും കർത്താവ്, എന്റെ നിങ്ങളുടെ സകല കുറവുകളെയും എന്റെ കർത്താവ് ക്ഷമിക്കും. ലംഘനം ക്ഷമിച്ചു പാപം മറയ്ക്കും. ലംഘനം ക്ഷമിക്കും. കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞാൽ, എന്റെ കർത്താവിന്റെ സന്നിധി നമ്മുടെ കുറവിനെ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, ആ കർത്താവ് നമ്മുടെ പാപങ്ങളെ എല്ലാം ക്ഷമിച്ച് അവൻ നമ്മുടെ പാപത്തെ മറച്ചു. അവൻ നമ്മുടെ പാപത്തെ വീണ്ടും നമ്മുടെ മേൽ പിന്നെ ആ പാപമില്ല എന്ന്. ലംഘനം ക്ഷമിച്ചു പാപം മറിച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. ഇന്ന് നീ ഭാഗ്യവാനാ, ഇന്ന് നീ ഭാഗ്യവാനാ, ഇന്ന് നീ ഭാഗ്യവതിയാ. പാപം ക്ഷമിച്ചു കിട്ടിയവന്റെ അകൃത്യത്തെ കർത്താവ് പിന്നെ കണക്കിടത്തില്ല. നമ്മൾ ദൈവസന്നിധി നമ്മുടെ കുറവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാപക്ഷമ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മുടെ പാപത്തെ പിന്നെ നമ്മളെ ഓർപ്പിച്ചു വരുത്തില്ല. നമ്മുടെ പാപത്തെ എന്നേക്കുമായി ഒരിക്കലായി അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. നമ്മൾ ദൈവസന്നിധിയിൽ പറയുന്ന തെറ്റുകള്, കുറവുകള്, പലപ്പോഴും ഇന്ന് പലർക്കും പറ്റുന്ന കുഴപ്പം, ചെയ്തു പോയ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് പിന്നെ ആ പാപത്തെ ഓർത്ത് ഭാരപ്പെടുക. അത് പിശാചിന്റെ തന്ത്രമാ. കർത്താവ് വചനമാ പറയുന്നത്, ലംഘനം ക്ഷമിച്ചു പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അതിന് തൊട്ട് താഴെ പറഞ്ഞു, യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ അകൃത്യം എന്റെ കർത്താവ് കണക്കിടത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ കുറവ് ഇനി ആ കർത്താവ് കണക്കിടത്തില്ല. ഇനി കർത്താവ് അത് ചോദിക്കത്തില്ല നിന്നോട്. അത് എന്നേക്കുമായിട്ടാ കർത്താവ് ക്ഷമിച്ചത്. ഒന്ന് മാത്രമേ ഉള്ളൂ, നമുക്കൊരു മനസ്സുണ്ടാവണം ദൈവസന്നിധി നമ്മുടെ കുറവുകളെ ഏറ്റു പറയുവാനായി. ദൈവസന്നിധി നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റു പറയുന്നു, ആ കർത്താവ് നമ്മുടെ സകല കുറവുകളെയും. ഇതിമാൻ ഒരുവനേ ഉള്ളൂ, യേശു മാത്രം. എന്നാൽ യേശുവിലൂടെ നമ്മൾ ഓരോരുത്തരെയും ആ പിതാവ് നീതീകരിച്ച് നിർത്തിയിരിക്കുക. അവനെ വിശ്വസിക്കുന്ന മക്കളെ അവൻ നീതീകരിച്ച് നിർത്തിയിരിക്കുക. നമ്മൾ ആ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ, കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ നീ ഭാഗ്യവാനാ. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതെ, കപടത കർത്താവിന് ഇഷ്ടമല്ല. ദൈവസന്നിധിയിൽ ഒരു കള്ളത്തരവുമില്ല, കപടതയില്ല. അവിടെ കപടതയില്ലാത്തവനാ ഭാഗ്യവാൻ. നിന്റെ അകൃത്യങ്ങൾ, നിന്റെ കുറവുകളെ എന്റെ കർത്താവ് ക്ഷമിച്ചു. ഇനി ദൈവസന്നിധിയിൽ നമ്മൾ ധൈര്യത്തോടെ ചെല്ലുക. നിന്റെ കർത്താവ് മാനിക്കും, നിന്റെ കർത്താവ് ഉയർത്തി മാനിക്കും. അവൻ മതിയായവനാ. ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ഭാഗ്യവാനാണോ? നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ കർത്താവിന് അവൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ ജീവിതത്തിൽ എല്ലാ നന്മകളും കർത്താവ് തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ കൂടെ ഒരു ജീവിതം നയിക്കുമ്പോൾ, കർത്താവിന് ഹിതമില്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ തക്കണം നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, സ്തുതിക്കുന്നു. ഈ നല്ലൊരു ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഓരോ നിമിഷവും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ അത്ഭുതകരമായി നടത്തുന്നതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എത്ര നന്മകൾ നാഥ, എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. നന്ദി പിതാവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നാഥ, അവരെയൊക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കുകയാണ് സ്തോത്രം. അപ്പാ, നീ വിടുവിച്ചിരിക്കുകയാണ് സ്തോത്രം. ജയത്തിന്റെ പകൽ തന്നിരിക്കുകയാണ് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.